സുഹറ മമ്പാടിന് സീറ്റ് നൽകാത്തതിൽ കടുത്ത അതൃപ്തിയിൽ വനിതാ ലീഗ്. സാദിഖ് അലി തങ്ങളെ പ്രതിഷേധമറിയിക്കാൻ തീരുമാനം. അടിയന്തരമായി ചേർന്ന സംസ്ഥാന നേതൃയോഗത്തിലാണ് തീരുമാനം. പ്രഖ്യാപിച്ച വനിതാ സ്ഥാനാർത്ഥികൾക്കെതിരെ ആക്ഷേപമില്ലെന്നും സുഹറ മമ്പാടടക്കം വനിതാ ലീഗിൽ നിന്നും ഒരാളെ പോലും പരിഗണിക്കാത്തതിലാണ് അതൃപ്തിയെന്നുമാണ് നിലപാട്. പരസ്യ പ്രതികരണം നടത്തിയ നൂർബിന റഷീദിന്റെ നിലപാടിനും യോഗം പിന്തുണ പ്രഖ്യാപിച്ചു. VS രഞ്ജിത്ത് ചേരുന്നു വിശദാംശങ്ങളുമായി. രഞ്ജിത്ത്, ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാതെ ലീഗിന്റെ പട്ടികയിൽ 2 വനിതകളുണ്ടായിരുന്നു. പക്ഷേ വനിതാ ലീഗിന്റെ അതൃപ്തി അത് മറനീക്കി പുറത്തു വന്നതാണ്. നൂർബിന റഷീദ് അതിൽ കടുത്ത പരാതി തന്നെ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്ന് പറയുന്നത് നമ്മൾ കേട്ടതാണ്. സുഹറ മമ്പാടിന് സീറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിലവിൽ എന്താണ് വനിതാ ലീഗ് നേരിട്ട അവഗണനയെന്നാണ് ഈ വനിതകൾ പറയുന്നത്? റോഷ്നി, വനിതാ ലീഗിന്റെ പ്രതിഷേധം ഇന്നലെ നൂർബിന റഷീദ് തന്നെ അറിയിച്ചിരുന്നതാണ്. പരസ്യമായി അത് പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇന്ന് രാവിലെ അവർ അത് ആവർത്തിക്കുകയും ചെയ്തു. പക്ഷേ ഇന്ന് വൈകിട്ട് വനിതാ ലീഗിന്റെ സംസ്ഥാന നേതൃയോഗം ചേർന്ന സമയത്ത് നൂർബിന റഷീദിന്റെ പ്രതിഷേധത്തിന് അവർ പിന്തുണ അറിയിക്കുന്നു. പക്ഷേ നൂർബിന റഷീദ് പറഞ്ഞ വാക്കുകളിൽ പൂർണ്ണമായും പിന്തുണ അറിയിക്കുന്നില്ല. അതിൽ പ്രധാനമായിട്ടും ജയന്തി രാജനും ഫാത്തിമ തെഹലിയും സ്ഥാനാർത്ഥികളായതിൽ ഫാത്തിമ തെഹലിയെയും ജയന്തി രാജനെയും വ്യക്തിപരമായി അധിക്ഷേപിച്ച നൂർബിന റഷീദിന്റെ വാക്കുകളെ അവർ പിന്താങ്ങുന്നില്ല. പക്ഷേ വനിതാ ലീഗിന്റെ പ്രതിനിധികളെ ഒരാളെപ്പോലും പരിഗണിക്കാതിരുന്നതിൽ വനിതാ ലീഗിന് വലിയ അതൃപ്തിയുണ്ട്. സുഹറ മമ്പാട് തിരൂരങ്ങാടിയിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അവർക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ല. ആ പ്രതിഷേധം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ നേരിട്ട് അറിയിക്കും. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ എത്രത്തോളം സജീവമാകണം എന്ന കാര്യത്തിൽ അടുത്ത ഘട്ടത്തിൽ ചർച്ചയുണ്ടാകും. അതിനുശേഷം തീരുമാനം എന്നാണ് വനിതാ ലീഗിന്റെ ഭാരവാഹികൾ അറിയിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വനിതാ ലീഗിലെ അതൃപ്തി അതിപ്പോ ലീഗിന്റെ സംസ്ഥാന നേതാക്കൾ തന്നെ ഇനി കൂടുതൽ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്.